8th 9th CBSE ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരൻസിനോടാണ് നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ എസ്പെഷ്യലി മാത്സിലൊക്കെ മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ അവൻ അത് 10th എത്തിയാൽ റെഡി ആയിക്കോളും, 10th എത്തി അവൻ പഠിക്കുമായിരിക്കും എന്ന് ആലോചിച്ചിരിക്കാതെ അത് ആ ഒരു റെസ്പെക്റ്റീവ് ക്ലാസ്സിൽ നിന്ന് തന്നെ എന്താണ് കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള റീസൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം 10th മാത്തമാറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ് 8th 9th ഈ രണ്ട് ക്ലാസ്സുകളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 8th ചില ചാപ്റ്റേഴ്സിൻ്റെ എക്സാക്റ്റ് കണ്ടിന്യൂഷനായിട്ട് 10th ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ 8th 9th 10th ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് ചാപ്റ്റേഴ്സ് പോകുന്നുണ്ട്. പിന്നെ 9th ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 10th വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ 8th 9th 10th ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഈ രണ്ട് ക്ലാസ്സുകളിൽ കുട്ടി മാർക്ക് വാങ്ങാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കുട്ടി പഠിക്കാത്തതായിരിക്കാം, കുട്ടിക്ക് നല്ല ക്ലാസ് കിട്ടാത്തതായിരിക്കാം, ക്ലാസ് കുട്ടിക്ക് മനസ്സിലാവാത്തതായിരിക്കാം, കുട്ടി പഠിക്കുന്ന രീതിയുടെ പ്രശ്നമായിരിക്കാം. എന്താണോ ആ പ്രശ്നം അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആ സ്പെസിഫിക് ക്ലാസ്സിൽ നിന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം 10th CBSE കിടക്കുന്ന സമയത്ത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ല. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇല്ല എന്നല്ല, പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, കോമ്പറ്റൻസി ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ ബേസ് ആ കുട്ടിക്കില്ലെങ്കിൽ, ഈ ഒരു ഫൗണ്ടേഷൻ ആ കുട്ടി കൃത്യമായിട്ടില്ല എങ്കിൽ കുട്ടി നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും. 8-9 കിട്ടേണ്ട ഫൗണ്ടേഷൻ കിട്ടാതെ 10th ക്ലാസ്സിൽ എത്തിയിട്ട് ഒരു ഭീകരമായിട്ടുള്ള അക്കാദമിക് കംബാക്ക് നടത്താൻ മാത്രം മാജിക് പവറൊന്നും നമ്മുടെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ 8th 9th ഈ ക്ലാസ്സുകളിൽ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും കാരണം മൂലം അവരുടെ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ആ കാരണം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ ദയവ് ചെയ്ത് നോക്കുക.